പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവവേദനയിലെ നീ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് എല്ലാവർക്കും ചെയ്യുന്നത് പോലെ അല്ല, വ്യത്യസ്തമായ ചിലത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് പോവുക. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് വ്യത്യസ്തമായ ചിലത് ചെയ്ത് ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. ഈ പ്രഭാതത്തിലെ ഈ പ്രവചന ദൂത് ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈഫിൽ അത്ഭുതം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് ഇത് ഏറ്റെടുക്കാമോ? ദൈവത്തിൻ്റെ മഹത്വം ശക്തമായിട്ട് വെളിപ്പെടുത്തും. മോർണിംഗ് മനായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിരന്തരമായി ചില വർഷങ്ങളായിട്ട് ഈ മെസ്സേജുകൾ വളരെ ആധികാരികതയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ദൈവനാമ മഹത്വത്തിനായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ കർത്താവ് കൃപ നൽകി. ദൈവത്തിൻ്റെ എല്ലാ കരുതലുകൾക്കും വിശ്വസ്തതകൾക്കും ദൈവത്തിൻ്റെ കരുണയ്ക്കുമായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വിഷയത്തിലേക്ക് വരാം. അതിഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് എല്ലാവർക്കും ചെയ്യുന്ന പോലെ അല്ല, എല്ലാവരും ചെയ്യുന്നത് പോലെയല്ല, വ്യത്യസ്തമായത് ചിലത് ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി ചെയ്ത് തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. ഈ വിഷയം നമുക്കറിയാം. യേശുവിൻ്റെ പ്രായത്തെക്കാട്ടി കാലപ്പഴക്കം ചെന്നൊരു രോഗാവസ്ഥയിലുള്ളൊരു മനുഷ്യൻ. അവൻ്റെ വിഷയം എന്തുവാന്ന് നമുക്കവിടെ അറിയാം. കിടക്കുകയാണ്, തളർന്നു കിടക്കുകയാണ്, ശരീരം അനങ്ങാതെ കിടക്കുകയാണ്. അപ്പോൾ പരസഹായം കൂടിയ തീരത്തുള്ളൂ. ആരോ കരുണ കാണിച്ച് അവനെ എന്ത് ചെയ്തതാ? ഇവിടെ കൊണ്ടുവന്നിട്ടതാ. ആ കരുണ കാണിച്ചവർക്ക് അല്പം കൂടെ ക്ഷമയുണ്ടായിരുന്നെങ്കിൽ അവനെ എടുത്ത് ദൂതൻ കുളം കലക്കുമ്പോൾ എടുത്ത് അങ്ങോട്ട് ഇടാമായിരുന്നു. ആ പ്രതീക്ഷയിൽ അവനും അവിടെ കിടക്കുന്നത്. ഇപ്പോൾ അവർ വരും, എന്നെ എടുത്ത് കുളത്തിലിടും, ദൂതൻ വരുന്നത് കാത്ത്. അങ്ങനൊന്നും എല്ലാവർക്കും ഒന്നും വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ. മനുഷ്യർ സ്വസ്നേഹികളാണ്. അവരുടെ കാര്യത്തിന് അല്ലാത്തവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. കൂടുതലും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മുന്നോട്ട് നോക്കി പോകുന്നവരാ ബഹുഭൂരിഭാഗം ആൾക്കാർ. ആമേൻ. അങ്ങനെ അവൻ കിടക്കുമ്പോൾ അവനിലേക്ക് ആ രോഗത്തെക്കാട്ടിൽ വലിയ വിഷയം കടന്നു വന്നു. അത് തൻ്റെ മനസ്സിനെ ബാധിക്കുന്ന മാനസിക പ്രയാസങ്ങളാണ്. മനസ്സിലേക്കുന്ന മുറിവുകളെന്ന് പറഞ്ഞാൽ ഏത് മെഡിസിൻസ് കഴിച്ചാലും ശരിയാകത്തില്ല, ഏത് മെഡിസിൻസ് കഴിച്ചാലും ശരിയാകത്തില്ല. മനസ്സിലേക്കുന്ന മുറിവുകൾ സൗഖ്യമാകണമെങ്കിൽ ഉടയ തമ്പുരാൻ എണ്ണയും വീഞ്ഞും പകരണം. അത് ദൈവം ചെയ്യും. ഞാൻ ഈ ശബ്ദം പറയുമ്പോൾ തന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ, ചില വാക്കുകളുടെ സമ്മർദ്ദങ്ങൾ നിമിത്തം മനസ്സിനേറ്റ മുറിവുകൾ, ചിലരുടെ പ്രവർത്തികൾ നിമിത്തം മനസ്സിനേറ്റ ചില മുറിവുകൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് വന്ന തെറ്റായ പെരുമാറ്റങ്ങൾ നിമിത്തം വന്ന മുറിവുകൾ, ജീവിച്ചിരിക്കേണ്ട എന്നുള്ള നിലയിലേക്ക് നിന്നെ എത്തിച്ച സംഭവങ്ങൾ, ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ചില കാഴ്ചകൾ കണ്ടതുമായിട്ട് വന്ന് നിൻ്റെ മനസ്സിൻ്റെ മേൽ കടന്നുകൂടിയ ഭയത്തിൻ്റെ ആഴമേറിയ തലങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് കാണിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ എണ്ണയും വീഞ്ഞും പകരുന്നൊരു നസറേത്തുകാരൻ ഈ മെസ്സേജിലൂടെ നിങ്ങളുടെ അടുത്ത് വരികയാണ് കേട്ടോ. ഞാൻ ഈ പറയുമ്പോൾ ഈ വചനം നിങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങുക. ഏത് വിഷയത്തിനകത്താണോ നിങ്ങൾക്ക് വിടുതൽ വേണ്ടത്, ഇപ്പോൾ നിങ്ങളുടെ ആന്തരിക മുറിവുകളുടെ മേലൊരു ഭയങ്കര മിനിസ്ട്രി നടക്കുകയാണ്. ശതേനിയാതന, അവരെന്നോട് അങ്ങനെ കാണിച്ചല്ലോ, ഇവരെന്നോട് അങ്ങനെ കാണിച്ചല്ലോ, അവരെന്നെ വിട്. ജീവിതകാലം മുഴുവനും പിറുപിറുത്ത് പരാതി പറഞ്ഞ് പരിഭവിച്ച് നിൻ്റെ ജീവിതം തള്ളി നീക്കാനല്ല സ്വർഗം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ പരാതി പറയുന്ന, പ്രയാസപ്പെടുന്ന വിഷയങ്ങൾ അവിടെ ഉള്ളപ്പോൾ തന്നെ യേശുവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ച് യേശുവിൻ്റെ കരുതലിനെ സ്വീകരിച്ച് നിത്യതയ്ക്കായിട്ടൊരുങ്ങുകയും അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്യുക. ഇതാ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാന്. ദൈവം അത് നിറവേറ്റുക തന്നെ ചെയ്യും. പറഞ്ഞേ, ഈ വിഷയം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് എൻ്റെ നന്മയ്ക്കാ. ആ രീതിയിലേക്ക് മനസ്സൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ഈ വിഷയം വന്ന് എൻ്റെ നന്മയ്ക്കാണെന്ന് പറ. ആ പ്രതികൂലം വന്ന് എന്നെ മാനസിക തളർത്താനോ? പക്ഷേ ഇല്ല, ഞാൻ ഇതിനകത്ത് കെട്ടുപൊട്ടിച്ച് പുറത്തു വരും. ഒരു സെൽഫ് ഡെലിവറൻസ് നിങ്ങൾ എടുക്കാനുള്ള സമയമായത്. സെൽഫ് ഡെലിവറൻസ്. ശരീരം കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള
ദൈവഹിതമല്ലാത്തത് പറഞ്ഞ് ചെയ്ത് കണ്ട് ആമേൻ അതൊരു ഭയമായിട്ട് മനസ്സിനെ ഗ്രസിച്ചിട്ടുണ്ടെങ്കിൽ നീ ആയിട്ടൊരു എൻട്രി തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ പുറത്താക്കുക. ഞാൻ ചെയ്യുന്ന കാര്യം പറയട്ടെ. യേശുവേ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ എന്നെ പുറന്തള്ളുന്നു, അവിടേക്ക് ദൈവസാന്നിധ്യത്തെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞേ. അവിടേക്ക് ദൈവസ്നേഹത്തെ സ്വീകരിക്കുന്നു. കർത്താവെ, ആ വ്യക്തിയുടെ വാക്കിലൂടെ എൻ്റെ മനസ്സിലോട്ട് വന്ന ആ മുറിവിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പുറന്തള്ളുന്നു. അവിടേക്ക് ദൈവസ്നേഹത്തെ നിറയ്ക്കുന്നു. കാൽവറിയിലെ എനിക്ക് വേണ്ടി ചൊരിയപ്പെട്ട ആ രക്തത്തിൻ്റെ ആ സൗഖ്യത്തെ ഞാൻ റിസീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു സെൽഫ് ഡെലിവറൻസ് നിങ്ങളിപ്പോൾ എടുത്തേ. ഒത്തിരി ദേവദാസന്മാരുടെ മുമ്പിൽ നമ്മൾ പോയി തല വെച്ച് കൊടുക്കുന്ന പ്രാർത്ഥിക്കാം. വേണ്ടെന്നല്ല, ഒരു സെൽഫ് ഡെലിവറൻസ് ഒന്ന് എടുത്തേ. ആമേൻ. നീ എഴുന്നേക്കത്തില്ലെന്നില്ലേ നീ നിന്നോട് തന്നെ പറഞ്ഞ് നടക്കുന്നേ. കുളക്കരയിൽ 38 വർഷമായ മനുഷ്യ, എന്നാ കർത്താവ് പറയും, എഴുന്നേക്ക്, നിന്റെ കിടക്ക എടുക്ക്. നീ നടക്കാനല്ല പറഞ്ഞ്, നിന്റെ കിടക്ക എടുത്ത് നടക്ക്. നിന്നെ ഇത്രയും നാൾ കിടത്തിയ കിടക്ക, ഇത്രയും നാൾ നിന്നെ മാനസികമായി വേദനിപ്പിച്ച ആ വിഷയം നീ എടുക്ക്. പരിശുദ്ധന്മാരോട് വ്യക്തമായി പറയുന്നു, എടുത്ത് നടക്കുക. ഒരു അത്ഭുതം കാണാൻ പോവുക. നീനെ കാണുന്നവർ അത്ഭുതപ്പെടാൻ പോവുക. യെസ്, ഇന്നത് സംഭവിക്കും. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇടപെട്ട നല്ല ദൈവ ശബ്ദത്തിനായിട്ട് സ്തോത്രം. ഇടപെട്ട നല്ല ദൈവ ആലോചനകൾക്കായിട്ട് സ്തോത്രം. അങ്ങാണ് സംസാരിച്ചത്. മോണിമന്ന മെസ്സേജ് കേൾക്കുന്ന സൗരങ്ങൾക്കറിയാം, അങ്ങയുടെ ശബ്ദം കേൾക്കാൻ അവർ വരുന്നത്. എല്ലാ മഹത്വം അങ്ങെടുക്കണേ. എന്നോടൊപ്പം കണ്ണുനീരോടുകൂടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കേൾക്കണേ. ശലോമോൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവേ, ഈ സ്ഥലത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുക അങ്ങ് പ്രോമിസ് പറഞ്ഞാണല്ലോ. അവിടെ ചിത്യം സംഭവിക്കട്ടെ. യെസ്, ഞാനിപ്പോൾ ഈ കസേരയിൽ ഇരുന്ന് അനുഭവിക്കുന്നത് ഈ സാന്നിധ്യം ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരും അനുഭവിക്കട്ടെ. മഹത്വം നീക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.